സേമിയ പായസം ഇപ്പോഴും നിങ്ങൾ ആ ഒരു പഴയ രുചിയിൽ തന്നെയാണോ തയ്യാറാക്കുന്നത്? എങ്കിൽ ഇനി ഇതാ ഈ ഒരു ഫ്ലേവറിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫാനായി മാറും. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയുള്ളൂ ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ഒരു കുക്കറിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ടിന്ന്, പൊട്ടിക്കാത്തൊരു ടിന്ന് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫാക്കിയിടാം. എന്നിട്ട് കംപ്ലീറ്റ് ആവിയും പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുക്കർ തുറന്നിട്ട് ടിന്ന് ഇതുപോലെ പുറത്തെടുത്ത് വെക്കാൻ. എന്നിട്ട് ടിന്ന് കംപ്ലീറ്റ് ചൂട് മാറിയതിന് ശേഷം മാത്രം ഇതുപോലെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ നല്ല ടോഫി ആയിട്ട് വന്നിട്ടുണ്ടാവും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ടോഫിക്ക്. ഇനി ചൂടാറി വന്നതിന് ശേഷം ഒരു ടിന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ കുറച്ചൊരു ടൈറ്റായിട്ടാണ് കേട്ടോ ഇതിരിക്കുക, ഇങ്ങനെ കട്ടയായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുത്താൽ നല്ല സ്മൂത്തായിട്ടുള്ള ടോഫി കിട്ടും. അങ്ങനെ നമ്മുടെ ടോഫി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഇതുപോലെ ചൂടായിട്ട് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഒരു കളറായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ചെറിയ തേയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ആ നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്കൊരു 3 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം സേമിയ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സേമിയ ഇതുപോലെ ഒന്ന് കുക്കായി വന്നാൽ മതി, ഒരു 1/4 ഭാഗം ആയി വന്നാൽ മതി. അപ്പോൾ വെള്ളമൊക്കെ ഇതുപോലെ അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ലിറ്റർ തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ഭാഗം വേവ് ആ ഒരു പാലിൽ തിളയ്ക്കുമ്പോൾ ഒന്ന് വെന്തോളൂ കേട്ടോ. അപ്പോൾ സേമിയ വേവ് കൂടി പോയില്ല. ഈ ഒരു പാല് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ വേവായി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പിൻ്റെ അടുത്തേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ടോഫി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ടോഫിയും നല്ല സ്വീറ്റാണ്. അപ്പോൾ നമ്മൾ മധുരം നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിൻ ചേരുവയായിട്ടുള്ള ടോഫി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടോഫി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ ഒരു ടോഫിയുടെ ബൗളിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് പായസം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ടോഫി എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിട്ട് മിക്സായി വന്നോളും. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു കളർ തന്നെ അങ്ങോട്ട് ചേഞ്ച് ആയില്ലേ. നല്ലൊരു റിച്ച് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസത്തിന് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു ടോഫിയുടെ ഫ്ലേവറിൽ കുടിക്കാം. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ടോഫി സേമിയ പായസം റെഡിയായി. അപ്പോൾ ഈ ഒരു ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്